ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഹമ്മൂദ് കുത്തൈഫിയാണ്. അപ്പോൾ ആ റൈസ് ചിക്കൻ എല്ലാം കൂടി ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. ഞാൻ ബസ്മതി റൈസിലല്ല, വേറെ ഒരു റൈസിലാണ് ചെയ്യുന്നത്. അതായത് ഒരു പരീക്ഷണമാണ്. ഓക്കെ, ബസ്മതി റൈസിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഒക്കെ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണക്ക നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്, ഗരം മസാല. ഓക്കെ, പിന്നെ ഒരു കുറച്ച് മന്തി മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് ഇതിൽ ചേർക്കുന്ന ഐറ്റംസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർ സൺഫ്ലവർ ഒഴിച്ചാലും മതി. ഞാനിവിടെ ഒലിവ് ഓയിൽ ആണ് കമിഴ്ത്തുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതുപോലെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്ക് എടുക്കണം. ഓക്കെ, കരിഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് അടുത്ത് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ചിക്കനെ നമുക്ക് സ്കിന്നോട് കൂടിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ടു. ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് സെറ്റാവും. ഗൈസ്, നമുക്കിനി ഇതിനകത്തേക്ക് ഈ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. ഗൈസ്, ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഗൈസ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സംഭവം മിക്സ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഗൈസ്, ഓക്കെ ഗൈസ്, ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് മിക്സ് വാൽ. ഓക്കെ, നന്നായിട്ട് കൂട്ടി കുഴയ്ക്കുക. വാ, എന്നിട്ട് നമ്മളിത് അടച്ചു വച്ച് ഒന്ന് വേവിക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഗൈസ്, ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പ്രധാന ഐറ്റം നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗൈസ്, നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഗൈസ്, നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഇതിനകത്ത് റൈസിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടറ്റോയും പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഗൈസ്, മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ അടച്ചു കൊടുക്കാം. ഗൈസ്, ഏകദേശം ആയി വരുന്നുണ്ട്. ഗൈസ്, നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടച്ചു വെക്കാം. ഗൈസ്, ഫൈനലി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഗൈസ്, സെറ്റാണ്. ഗൈസ്, ഗൈസ്, നമ്മുടെ മഹമ്മൂദ് കുത്തൈഫി സംഭവം റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം റൈസൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ബസ്മതി റൈസിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്തത് ബസ്മതി റൈസല്ല, സാധാ റൈസാണ്. ഓക്കെ ഗൈസ്, പൊളി ചിക്കനൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, പൊളിയാണ്. ഗൈസ്, അപ്പോഴേ ഇതിനൊന്ന് കഴിച്ച് തീർത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വേറെ ലെവൽ ഗൈസ്. അപ്പം ഓക്കെ.